ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തുകൊണ്ട് എല്ലാവർക്കും വിശേഷം? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പിന്നെ സെയിം ഡയലോഗ് തന്നെ കേട്ടോ. ഇത് ഞാൻ കാണാതെ പഠിച്ചു വെച്ചേക്കാം, ഇങ്ങനെ റെക്കോർഡിങ് ചെയ്യുമ്പോൾ പറയാൻ വേണ്ടി. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ നാട്ടിലേക്ക് വരുമായിരുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസാണ്. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് വരാൻ വേണ്ടി ഞാൻ ബോർഡിംഗ് ഗേറ്റിൽ നിൽക്കുവാണ്. അപ്പോൾ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി അവർ നമ്മളങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫ്ലൈറ്റ് എത്തി. ബസ്സിലൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ അവിടെ തന്നെ ജസ്റ്റ് അങ്ങ് ഫ്ലൈറ്റിലേക്ക് കയറുകയോ ചെയ്തേ. അപ്പോൾ എൻ്റെ സീറ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിൽ കൂടിയാണ് കയറിയത്. ഏകദേശം ഒരു നമ്മുടെ വിൻഡോ എക്സിറ്റ് ഉണ്ടല്ലോ, ആ എക്സിറ്റിൻ്റെ ജസ്റ്റ് 2 സീറ്റ് ബാക്ക് സൈഡിലായിട്ടായിരുന്നു എൻ്റെ സീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സീറ്റിൻ്റെ അങ്ങോട്ട് കുറച്ച് പുറകോട്ട് നടക്കണമായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നുകൊണ്ട് വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ഫ്ലൈറ്റായിരുന്നു, പക്ഷേ റഷൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ സീറ്റ് തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കുറച്ചും കൂടി പുറകോട്ട് പോകണം. അപ്പോൾ മുന്നിൽ പോകുന്ന ചേട്ടൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ചും കൂടി പുറകോട്ട് ചെന്നെങ്കിലേ ശരിയാവത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ അതിന് പുറകോട്ടിങ്ങനെ പോയി. കുറച്ച് പുറകോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സീറ്റ് അവിടെ ഉണ്ടായിരുന്നു. 20A ആണ് എൻ്റെ സീറ്റ് നമ്പർ. അപ്പോൾ എനിക്ക് വിൻഡോ സൈഡ് സീറ്റ് തന്നെ കിട്ടി, 20A കണ്ടോ. അപ്പോൾ ആ സീറ്റിനകത്തേക്ക് ഇരിക്കണം. അപ്പോൾ ഞാൻ വിഷമിച്ചത് 3 പേരുള്ള സീറ്റ് കിട്ടിയത് എനിക്ക് വേണ്ടായിരുന്നു. കാരണം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ ഭയങ്കര പാടായിരുന്നു. സീറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ എൻ്റെ ഹാപ്പിനെസ്സൊക്കെ അവിടെ ഇരുന്ന് കാണിച്ചു. കുറച്ച് കോമാളിത്തരൊക്കെ കാണിച്ചെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടത്തില്ലല്ലോ. അങ്ങനെ എൻ്റെ ചെറിയ പട്ടി ഷോസൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഷോസൊക്കെ കാണിച്ച് ബാഗൊക്കെ പിടിച്ച് അവിടെ അങ്ങ് സീറ്റിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സീറ്റിൽ ആരും ഇരിക്കാൻ വരുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ നോക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര കുറവാണ്. ഞാൻ വിചാരിച്ചു ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കുന്നു. ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ സീറ്റിൻ്റെ അകത്ത് ഇരുന്നിട്ട് കാണിക്കാവുന്ന കോമാളിത്തരമൊക്കെ കാണിച്ച് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാൻ എൻ്റെ ബാഗ് മുകളിൽ വയ്ക്കാൻ മറന്നുപോയി. എൻ്റെ ബാഗിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ഒരു ചെറിയൊരു പേഴ്സും ഒരു ഫോണും ബാക്കി ഒരു ചാർജറും ഉണ്ട്. എല്ലാ സാധനങ്ങളും ഞാൻ മറ്റേ ലഗേജ് വിട്ടപ്പോൾ കൊടുത്ത് വിട്ടിട്ടുണ്ടെന്ന്. ഓൾറെഡി നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ടല്ലേ ലഗേജ് വിട്ട്. അപ്പോൾ അത് അവരുടെ തന്നെ കൊടുത്തു വിട്ടു. അല്ലെങ്കിൽ പിന്നെ ഞാനൊന്ന് ചുമന്നുകൊണ്ട് എടുക്കട്ടെ എന്നോർത്ത് അങ്ങനെ ലഗേജ് എല്ലാം കൊടുത്തു വിട്ടായിരുന്നു. അപ്പോൾ കൊടുത്തിൽ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ബാഗ് എടുത്ത് മുകളിലേക്ക് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ്, എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ മടിയാണ്. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ സീറ്റിൻ്റെ മുകളിലേക്ക് ലഗേജ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെക്കാനായിട്ട് ഞാൻ പതുക്കെ എണീറ്റ് മുകളിൽ കൊണ്ട് ലഗേജ് വെക്കാൻ നോക്കിയപ്പോൾ ഫുള്ള് കാലി. അതിനകത്തെങ്കിൽ ഒരു റഷൂല. അല്ലെങ്കിൽ നമുക്ക് ലഗേജ് വെക്കാനുള്ള സ്പേസ് പോലും കിട്ടത്തില്ലായിരുന്നു സാധാരണ കയറുമ്പോൾ. അങ്ങനെ ഞാൻ എൻ്റെ ലഗേജൊക്കെ എടുത്ത് വെച്ചു. ലഗേജ് എന്ന് പറയുന്നത് എൻ്റെ ചെറിയ ഒരു ബാഗ് മാത്രം. അതെടുത്ത് ഞാൻ അങ്ങോട്ട് വെച്ചു. ഇനിയിപ്പോൾ എന്നാൽ പിന്നെ സീറ്റിലേക്ക് പതുക്കെ ഒന്ന് സെറ്റായേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സീറ്റിലേക്ക് വന്നു. സീറ്റിലിരിക്കാമെന്ന് വിചാരിച്ചിരുന്നു. നോക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ കുറച്ച് സ്വെറ്ററൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടല്ലോ ചെറുതായിട്ട് തണുപ്പ് ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് ആസ്മയുടെ അസുഖമുള്ളത്. അപ്പം ഇനിയിപ്പോൾ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രശ്നം വരണ്ടല്ലോ എന്ന് വെച്ചാൽ സ്വെറ്റർ എടുത്തിട്ടുണ്ട്. വയസ്സേ എനിക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ തണുക്കാറുണ്ട്, അകത്ത് കയറുമ്പം. അപ്പോൾ അങ്ങനെ ഞാൻ സ്വെറ്ററൊക്കെ എടുത്ത് 2 പട്ടി ഷോസ് ഫോട്ടോസൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഫോട്ടോസെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനോ റീൽസ് എടുത്തു കേട്ടോ. ആ റീൽസിന് എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ എയർ ഹോസ്റ്റസൊക്കെ നമുക്ക് വെള്ളവും ചായയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അവരുടെ നിന്ന് വെള്ളം മാത്രം മേടിച്ചു കുടിച്ചു. ഓൾറെഡി കോഫി ഞാൻ താഴത്തുനിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പതുക്കെ ഉറക്കം വന്നു തുടങ്ങി. 12:30 കഴിഞ്ഞായിരുന്നു ആ സമയമായപ്പോഴത്തേക്ക്. അപ്പോൾ എനിക്ക് ഉറക്കം വന്നു. അപ്പോൾ നന്നായിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോൾ പെട്ടെന്ന് ഓളി ചെന്ന് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പതുക്കെ എണീച്ചു. 2 മണിയായി കേട്ടോ. എൻ്റെ പാച്ചടത്ത് ഇത് 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ 2 മണിയായി കഴിഞ്ഞ് ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞ് മുഖമൊക്കെ വീർത്തിരിക്കുന്നത്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലാൻഡിങ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവർ അനൗൺസ് ചെയ്തു ലാൻഡ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ടൈം ആയി കഴിഞ്ഞപ്പം പിന്നെ രണ്ടാമത് ഇൻഫോം ചെയ്തു ഇവിടെ ട്രാഫിക് ഇഷ്യൂസ് എന്തോ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി മുകളിൽ പറന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ മുകളിൽ കൂടി പറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പറന്നിങ്ങനെ വരുന്ന വഴിയാണ്. അപ്പോൾ കണ്ടോ നമ്മൾ ജസ്റ്റ് താഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതിനകത്തിങ്ങനെ ഈ ചെറിയ ചെറിയ ലൈറ്റൊക്കെ ആണ്. അത് നമ്മൾ ജസ്റ്റ് താന്നിട്ടുണ്ട് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മുടെ ഈ റോഡിലെ സ്ട്രീറ്റ് ലൈറ്റും വീടുകളും ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് അവിടത്തേക്ക് ചെറിയ ചെറിയ ലൈറ്റുകളാണ് ഈ പൊട്ടി കാണിക്കുന്നത്. മിന്നി തിളങ്ങുന്ന ലൈറ്റുകളാണ്, മിന്നാമിനിങ് പോലെ തോന്നുന്നത്. അപ്പം നമ്മുടെ ഇത് കണ്ടോ, ഞാനുണ്ടല്ലോ എയർപോർട്ടിൽ ഇരുന്നിട്ടാട്ടോ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ അനൗൺസ്മെൻറ്റൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ലൈറ്റുകളൊക്കെ ചെറുതായിട്ട് കാണിച്ച് നമ്മളിങ്ങനെ താഴത്തേക്ക് പതുക്കെ എനിക്ക് വിൻഡോ സീറ്റ് എന്നിട്ട് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. കാരണം ലാൻഡ് ചെയ്യുന്നതും നമ്മൾ മുകളിലേക്ക് ഫ്ലൈ ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. കാരണം രാത്രി ആണെങ്കിൽ മാത്രം, പകൽ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ താഴത്തേക്ക് എത്തി. നല്ല ലൈറ്റൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ചിറകിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ആ ചിറക് കാരണം അത് ചെറിയൊരു ഷാഡോ പോലെ വന്നിട്ടുണ്ട് അവിടെ. പിന്നെ അങ്ങനെ താഴത്തേക്കൊക്കെ നമ്മൾ എത്തി. ഇതേ കണ്ട ഇപ്പോൾ നമ്മൾ വിറച്ചു തുടങ്ങി. കാരണം നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം റണ്ണിങ് എത്തിയിട്ടുണ്ട് താഴത്തേക്ക്.
അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച്. അപ്പോൾ ഞാനിവിടെ എത്തി, ബാംഗ്ലൂർ എത്തി നമ്മുടെ എയർപോർട്ടിൽ. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ ഞാനിപ്പം ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് 5:30ക്കാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ് മംഗലാപുരത്തിന് കണക്ഷൻ ഫ്ലൈറ്റാണ് എടുത്തത്, കാരണം റേറ്റ് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ നിന്ന് എക്സിറ്റായി ബാംഗ്ലൂർ എയർപോർട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. സെക്യൂരിറ്റി ചെക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് എക്സിറ്റ് ആയെങ്കിൽ നമുക്ക് രണ്ടാമത് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എക്സിറ്റ് ആകാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ലഗേജൊന്നും എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ലഗേജ് എനിക്ക് മംഗലാപുരത്ത് ചെന്നിട്ട് ലഗേജ് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ചെറിയ ചെറിയ സൈഡിലെ പിക്ചറിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ പിടിച്ച് ചെറിയ ചേച്ചി ചേട്ടന്മാരുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങ് നടന്ന് സെക്യൂരിറ്റി ചെക്കിലേക്ക് എത്തി. അപ്പോൾ ഞാൻ കണ്ടു വെൽക്കം ടു ബാംഗ്ലൂർ. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂരത്തെ വെൽക്കം എല്ലാം കഴിഞ്ഞ് നമ്മൾ എക്സിറ്റിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ എക്സിറ്റിലേക്ക് ചെന്നെങ്കിൽ രണ്ടാമത് നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ. ശരിക്കും ടാറ്റ ബൈ ബൈ.